ജനനായകൻ റിലീസ് ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വിജയ് തന്നെ നേരിട്ടെത്തുന്നു. വിതരണക്കാർക്കുണ്ടായ നഷ്ടം സ്വന്തം കയ്യിൽ നിന്ന് നൽകാൻ വിജയ് തയ്യാറായതായാണ് റിപ്പോർട്ട്. എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ റിലീസ് ചെയ്യാൻ കഴിയാത്തതിന് പിന്നാലെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നടൻ വിജയ് തന്നെ നേരിട്ട് രംഗത്തെത്തുന്നുവെന്നാണ് വിവരം. സെൻസർ ബോർഡ് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലായത്. ഈ സാഹചര്യത്തിൽ വിതരണക്കാർക്കുണ്ടായ നഷ്ടം സ്വന്തം കയ്യിൽ നിന്ന് നൽകാൻ വിജയ് തയ്യാറായതായാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 500 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് ജനനായകൻ. ഈ വർഷം ജനുവരിയിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും സെൻസർ ബോർഡിന്റെ കർശനമായ പരിശോധനകളെ തുടർന്ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി അണിയറ പ്രവർത്തകർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് അവസാനവട്ട ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഈ മാസം അവസാനമോ ജൂലൈ ആദ്യമോ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സിനിമയുടെ റിലീസ് നീളുന്ന സാഹചര്യത്തിൽ വിതരണക്കാരിൽ നിന്ന് വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചുകൊടുക്കാൻ KVN പ്രൊഡക്ഷൻസ് തീരുമാനിച്ചിരുന്നു. വിജയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് വിവരം. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയിൽ ഒരു പങ്കുവഹിക്കാൻ വിജയ് തയ്യാറായതോടെ പ്രൊഡക്ഷൻ ഹൌസിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സിനിമയിലെ ചില രംഗങ്ങളും സംഭാഷണങ്ങളും പൊതുസമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് റിലീസ് തടഞ്ഞത്. കൂടാതെ ചിത്രത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഗുണം ചെയ്യുമെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ നിയമ നടപടികൾ നീളുകയും ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ പ്രക്രിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. റിലീസ് നീണ്ടുപോയത് ആഗോളതലത്തിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് വിതരണക്കാർക്ക് വരുത്തിവെച്ചത്. ഏകദേശം 100 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരിയിൽ റിലീസ് ചെയ്യാതിരുന്നതോടെ വിദേശത്തെ തിയേറ്ററുകളിലും വലിയ വിടവ് രൂപപ്പെട്ടു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.